ചോറ് മാത്രം കഴിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ കേട്ടോ നമ്മളെ വാഴകൾക്ക് ഈ NPK വളങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് ഒരിക്കലും നേന്ത്രവാഴ കൃഷി ചെയ്യരുത്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നല്ല വിളവ് നമുക്ക് ലഭിക്കില്ല. ഈ വാഴകൾക്കൊക്കെ NPK, അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും മാത്രം അടങ്ങിയിട്ടുള്ള വളങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ കുറച്ച് ജൈവവളം. പക്ഷേ ഇത് മാത്രം കൊടുത്തതുകൊണ്ട് ഈ 3-ാം മാസം ആയപ്പോഴേക്കും വാഴയ്ക്ക് കുറേ കുറവുകൾ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അതായത് ഈ ഇലപ്പരപ്പൊക്കെ ഇങ്ങനെ ഞുറി വന്നതുപോലെ നല്ല കട്ടിയായി വരിക, ഇതിൻ്റെ കൂമ്പലക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ വളവും തിരിവും കുളത്തുപോലെയൊക്കെ വരിക. അതും ഈ തോട്ടത്തിൽ നോക്കി അത്യാവശ്യം കൂമ്പലകൾക്കൊക്കെ ചെറിയ മഞ്ഞ നിറങ്ങളും ഈ കൂമ്പലകൾക്കൊക്കെ ചെറിയ വെള്ള നിറമൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ദ്വിതീയ മൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും കുറവാണ് ചെടി കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ കുറവ് കാണിച്ചു തന്നാലെങ്കിലും നമ്മൾ ഇവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണ്ടേ? അപ്പോൾ ഇതിനുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ അയർ നിർബന്ധമായും 2-ാം മാസം കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2-ാം മാസമായിട്ടും നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു കുറവ് കാണിക്കുന്നത്. ഇനി സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് തന്നെ 100 ഗ്രാം അയർ കൊടുക്കുക. അത് കഴിഞ്ഞ് 4-ാം മാസം ആകുമ്പോൾ അയർ കൊടുക്കുക. അതല്ലെങ്കിൽ ബനാന സ്പെഷ്യൽ ഇലയിൽ തളിച്ചു കൊടുക്കുക. വാഴയിൽ ഇത്രയേറെ കുറവുകളൊക്കെ കാണിച്ചു വന്നിട്ടും നമ്മളിതൊക്കെ കൊടുക്കാതിരിക്കുന്നത് ഇത്തിരി കഷ്ടമല്ലേ? എന്തായാലും കൊടുത്തോ, എന്തായാലും അതിൻ്റെ 100% റിസൾട്ട് നമ്മളെ കൊലയിൽ കാണാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്.